നിങ്ങളൊരു പുതിയ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ആ ബ്രാൻഡിന് നത്തിങ് എന്ന പേരിടുമോ? ഈ ഒരു പേര് ഞാൻ ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇപ്പം കേട്ട് ഞാൻ യൂസ്ഡ് ആയി. ഇപ്പം നല്ലൊരു പേരായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, നത്തിങ്. അതായത് OnePlusൻ്റെ ഫൗണ്ടറായ കാൾപേ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനിയാണ് നത്തിങ്. കഴിഞ്ഞ വർഷം ഇതിൻ്റെ നത്തിങ് ഇയർ 1 എന്ന വയർലെസ് TWS വന്നിട്ടുണ്ടായിരുന്നു. ഒരു ട്രാൻസ്പെറൻറ്റ് ഡിസൈനിലാണ് ഈ ഒരു TWS വന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു TWSനെ ബാക്കി TWSൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റി. അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കാൾപേ ഇന്നലെ നത്തിങ് എന്ന ബ്രാൻഡിൻ്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്, അതായത് നത്തിങ്ങിൻ്റെ സ്മാർട്ട് ഫോൺ, നത്തിങ് ഫോൺ ബ്രാക്കറ്റിൽ 1, ഓക്കെ, നത്തിങ് ഫോൺ 1 ഇന്നലെ കാൾപേ അനൗൺസ് ചെയ്തു. അനൗൺസ്മെൻ്റ് ആയിരുന്നു, ലോഞ്ച് അല്ലായിരുന്നു കേട്ടോ. പക്ഷേ സ്റ്റിൽ ഒരുപാട് ഇൻഫോർമേഷൻ, ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിന് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഈ ഒരു അനൗൺസ്മെൻറ്റ് ഈവൻറ്റിലൂടെ കാൾപേ ഡയറക്ട്ലി ടാർഗറ്റ് ചെയ്തത് ആപ്പിൾ എന്ന കമ്പനിയാണ്. അതായത് ആപ്പിളിൻ്റെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ യൂസേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നല്ല, പക്ഷേ ആപ്പിൾ അവരുടെ യൂസേഴ്സിന് കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ഇക്കോ സിസ്റ്റം ആണെങ്കിലും ഇൻ്റർ കണക്ടിവിറ്റി ഒക്കെ ആണെങ്കിലും ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഈക്കോ സിസ്റ്റം ആൻഡ്രോയിഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് കാൾപേ ഉദ്ദേശിക്കുന്നത്. അതാണ് ബേസിക്കലി കാൾപേയുടെ മെയിൻ ലക്ഷ്യം. എനിക്ക് തോന്നുന്നത് 30,000 to 45,000 ആ പ്രൈസ് റേഞ്ചിലായിരിക്കും മിക്കവാറും നത്തിങ്ങിൻ്റെ ഫസ്റ്റ് ഫോണായ നത്തിങ് ഫോൺ 1 വരാൻ പോകുന്നത്. ഈ ഫോണിൻ്റെ എക്സാക്ട് സ്പെസിഫിക്കേഷൻസ് അവർ പുറത്ത് വിട്ടിട്ടില്ല, പക്ഷേ ചില ഹിൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർ ഏതൊക്കെ കമ്പനിയുമായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. സാംസങ് ഉണ്ട്, സോണി ഉണ്ട്, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആയിരിക്കും മിക്കവാറും ഈ ഫോണിൽ വരാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഗൂഗിൾ ഉണ്ട്, വിസിയനോക്സ്, BYD. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പ്ലെയേഴ്സുമായിട്ടാണ് ഇവർ ലിങ്കപ്പ് ചെയ്തിരിക്കുന്നത്. സോണി എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥമാണ് മിക്കവാറും ഇതിൽ വരാൻ പോകുന്ന സെൻസർ സോണി സെൻസർ ആയിരിക്കും. ദാറ്റ്സ് നൈസ്. സാംസങ്ങിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇക്കോ സിസ്റ്റമിൻ്റെ ഒരു ലിങ്കപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സൂപ്പർ ആംബ്ലോഡ് പാനലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. BYD എന്ന ബ്രാൻഡ് ബേസിക്കലി ഇലക്ട്രിക് കാർസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്രാൻഡാണ്. ഇവിടെ അവർ എടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടെസ്ലയുമായിട്ട് ലിങ്ക് കാണുമെന്ന്. അതായത് ടെസ്ല ഇലക്ട്രിക് കാർസ് ആണ്. സോ നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കൺട്രോളൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറേ ഫീച്ചേഴ്സ് ടെസ്ല കാർസിലുണ്ട്. അതിന് വേണ്ടിയുള്ള സപ്പോർട്ടും നത്തിങ് ഫോൺ 1 ഉണ്ടാവും എന്ന് കാൾപേ ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൂഗിൾ എന്ന് മെൻഷൻ ചെയ്യാനുള്ള മെയിൻ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല, ആൻഡ്രോയിഡ് ബേസ്ഡ് ഫോൺ ആയിരിക്കും. ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെ ആണ്. പക്ഷേ ആൻഡ്രോയിഡ് ആണെങ്കിലും സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയിരിക്കുമോ? അല്ല, നത്തിങ്ങിൻ്റെ സ്വന്തം നത്തിങ് OS വരുന്നുണ്ട്. അതും വലിയൊരു അനൗൺസ്മെൻ്റ് ആയിരുന്നു ഇന്നലെ. അത് കണ്ടിട്ട് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ക്ലോസർ ടു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും നത്തിങ്ങിൻ്റെ ആ ഒരു ഡോട്ട് മാട്രിക്സ് ഡിസൈൻ ഉണ്ടല്ലോ, അതിവിടെ എന്തായാലും ഉണ്ടാവും. പലയിടത്തും നമുക്ക് ആ ഒരു ഡിസൈൻ കാണാൻ കഴിയും. അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല കേട്ടോ. സോ അങ്ങനെ ഭയങ്കര കളർഫുള്ളായൊരു സെറ്റപ്പ് ആയിരിക്കില്ല എന്ന് തോന്നുന്നു. ഇതെൻ്റെ ഇനീഷ്യൽ റിയാക്ഷൻസ് ആണ്. മേ ബി ശരിക്കും ഒരു ഫുൾ ഫ്ലെജ്ഡ് നത്തിങ് OS വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ നത്തിങ് OS എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി നല്ലൊരു അവസരം വരാൻ പോവാണ്. അതായത് ഏപ്രിൽ നെക്സ്റ്റ് മന്ത് നത്തിങ്ങിൻ്റെ ലോഞ്ചർ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിളിൻ്റെ iOS സ്റ്റോറിലും വരുന്നുണ്ട്. സിമ്പിൾ ലോഞ്ചറാണ്. നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് നത്തിങ്ങിൻ്റെ OS എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടും. ഇതെന്തിനാണ് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയാണ്. പുതിയൊരു OS വരികയാണ്. OS അല്ല, പുതിയൊരു UI എന്ന് പറയാൻ പറ്റും. OS എന്തായാലും ആൻഡ്രോയിഡ് ആണ്. പുതിയ UI അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. സോ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയാണ്. മെയിലായിരിക്കും മിക്കവാറും ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. സമ്മർ ഓഫ് 2022 എന്നാണ് കാൾപേ മെൻഷൻ ചെയ്തത്. ഓക്കെ, സമ്മർ എന്ന് പറയുമ്പോൾ മെയ്, ജൂൺ, ജൂലൈ വരെ പോകാൻ സാധ്യതയുണ്ട്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പം നിലവിൽ ആൻഡ്രോയിഡ് വേൾഡിലുള്ള ഒരുപാട് പേര് ആപ്പിൾ യൂസേഴ്സിനെ കണ്ടിട്ട് ഇങ്ങനെ പറയാറുണ്ട്, അവരുടെ ഈക്കോ സിസ്റ്റം എന്ത് പൊളിയാണ്, എല്ലാ സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആണ്, വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഫോണിൽ നിന്ന് ലാപ്ടോപ്പ്, ലാപ്പിൽ നിന്ന് ടാബിലേക്ക്, ടാബിൽ നിന്ന് ഭയങ്കരമായിട്ടൊരു വളരെ ഒരു സോളിഡ് ഈക്കോ സിസ്റ്റം ഉണ്ട് ആപ്പിൾ യൂസേഴ്സിന്. അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ഈക്കോ സിസ്റ്റം നല്ല സോളിഡാണ്. ആ ലെവലിലുള്ള ഒരു ഈക്കോ സിസ്റ്റം കൊണ്ടുവരും എന്നാണ് കാൾപേ പറഞ്ഞിട്ടുള്ളത്. 3 ഇയേഴ്സിൻ്റെ OS അപ്ഡേറ്റ് ആൻഡ് 4 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് തരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു പുതിയ കമ്പനി എന്ന് പറയാൻ പറ്റും. സ്മാർട്ട് ഫോൺ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് ന്യൂ കമ്പനിയാണ് നത്തിങ്. ഒരു പുതിയ കമ്പനി ഇങ്ങനത്തെ ഒരു വാഗ്ദാനം തരുന്നുണ്ടെങ്കിൽ ദേ ആർ വെരി സീരിയസ് അബൌട്ട് ദെയർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും. അത് ഒരു വലിയ പ്ലസ് പോയിന്റ് ആയിരിക്കും. കാൾപേ പറഞ്ഞനുസരിച്ച് ഈ ഒരു നത്തിങ് OSൽ ഒരുപാട് ആനിമേഷൻസ് ഒന്നും ഉണ്ടാവില്ല. പല UIയിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അത് ഞാൻ മോശമാണെന്ന് പറയുന്നില്ല, പക്ഷേ ആ ആനിമേഷൻസ് ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്.
ഉണ്ടാവും, പക്ഷേ വളരെ സ്മൂത്ത് മിനിമലിസ്റ്റിക് ആനിമേഷൻസ് ആയിരിക്കും. അതായത് ലോക്ക് സ്ക്രീനിലുള്ള ടൈം വിഡ്ജറ്റ് ഉണ്ടല്ലോ, അതായത് ടൈം എഴുതി വരുന്ന സ്ഥലം, നമ്മളത് അൺലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹോം സ്ക്രീനിലും എക്സാക്ട്ലി അതേ ലൊക്കേഷനിലായിരിക്കും ഈ ഒരു ക്ലോക്ക് വിഡ്ജറ്റ് വരാൻ പോകുന്നത്, ആ ഒരു എഴുതി വരുന്ന സംഭവം. സോ ആ ഒരു സ്മൂത്ത് ട്രാൻസിഷൻ അങ്ങനെ ഭയങ്കരമായ കോംപ്ലെക്സ് ആക്കാതെ വളരെ സ്മൂത്ത് സിംപ്ലിസ്റ്റിക് മിനിമലിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും മിക്കവാറും നത്തിങ് OS കൊണ്ടുവരാൻ പോകുന്നത്. OnePlus എന്ന ബ്രാൻഡിൻ്റെ ഒരുപാട് യൂസേഴ്സ് ഇപ്പം ആപ്പിളിലേക്ക് മാറി അല്ലെങ്കിൽ സാംസങ്ങിലേക്ക് മാറുന്നുണ്ട്, മറ്റ് കമ്പനികളിലേക്ക് മാറുന്നുണ്ട്. വരുന്ന പുതിയ യൂസേഴ്സിന് പണ്ടത്തെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുമില്ല. ആ സെഗ്മെൻറ്റിനെ നൈസായിട്ട് നത്തിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കാൾപേ നോക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ആ ഒരു അനൗൺസ്മെൻറ്റ് ഇവൻറ്റ് കണ്ടപ്പോൾ. ഇന്നലത്തെ ഇവൻറ്റിൽ ഈ ഫോണിൻ്റെ എക്സാക്ട് ഡിസൈൻ അവർ കാണിച്ചെന്നില്ല കേട്ടോ. ദിസ് ഇസ് ദ ഫോൺ എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ എക്സാക്ട് ഡിസൈൻ അവർ കാണിക്കുന്നു, പക്ഷേ കാണിച്ചില്ല. എന്തോ സിമ്പിളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. സിമ്പിൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ആണ് ക്യാമറ. മിക്കവാറും എനിക്ക് തോന്നുന്നത് ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരാൻ പോകുന്നത്. ലീനിയർ ക്യാമറ മോഡ്യൂളായിരിക്കും, സ്ട്രെയിറ്റ് ക്യാമറ മോഡ്യൂൾ. സെൻട്രൽ ഒരു 6 അല്ലെങ്കിൽ ഒരു വട്ടം വരച്ചിട്ടുണ്ട്. മിക്കവാറും അത് മറ്റേ വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടാണ്. ഈ ഒരു ഫോണിൻ്റെ കുറേ റെൻഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്, അതായത് ഫാൻ മെയ്ഡ് റെൻഡേഴ്സ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, മിക്ക എല്ലാ റെൻഡേഴ്സിലും ഒരു ട്രാൻസ്പെറൻറ്റ് ഫോണാണ് കാണിക്കുന്നത്. ഓക്കെ, സോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു ഫോൺ നമ്മുടെ നത്തിങ് ഇയർ 1 ഉണ്ടായിരുന്നല്ലോ, എക്സാക്ട്ലി അതേ രീതിയിൽ ഈ ഫോണിൻ്റെ ഡിസൈൻ ഒരു ഫീലും ആ സംഭവം തന്നെയായിരിക്കും. അതായത് ട്രാൻസ്പെറൻറ്റ് ഫോണായിരിക്കും, ഉള്ളിലുള്ള എല്ലാം കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും മിക്കവാറും കൊണ്ടുവരാൻ പോകുന്നത്. നത്തിങ് ഫോൺ 1 ഇപ്പോൾ കൊണ്ടുവരാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇക്കോ സിസ്റ്റമാണ്. അതായത് ഈ ഫോണിന് ചുറ്റിപ്പറ്റിയുള്ള ഇക്കോ സിസ്റ്റം ആയിരിക്കും എല്ലാം. അതായത് കാൾപേ പറയുന്നതനുസരിച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് ആപ്പിളിൻ്റെ പ്രൊഡക്റ്റുകളും ആൻഡ്രോയിഡ് പ്രൊഡക്റ്റുകളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് ആപ്പിളിൻ്റെ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ വർക്കാവുന്നില്ല, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ വർക്കാവുന്നില്ല. മറ്റ് കമ്പനികളുടെ ഗാഡ്ജറ്റും വളരെ സീംലെസ്ലി ഒരു പ്രശ്നമില്ലാതെ നത്തിങ് ഫോണുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാൾപേ പ്രോമിസ് ചെയ്യുന്നത്. നത്തിങ് ഫോൺ 1ൻ്റെ അനൗൺസ്മെൻറ്റ് ഈവൻറ്റ് തീർച്ചയായിട്ടും നല്ല രസകരമായ ഒരു അനൗൺസ്മെൻറ്റ് ഈവൻ്റ് ആയിരുന്നു. അതായത് ഒരു വ്യത്യസ്തമായ ഒരു അനൗൺസ്മെൻറ്റ് ഈവൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ലോഞ്ചർ ഞാൻ പറഞ്ഞ പോലെ ഏപ്രിലിൽ വരുന്നുണ്ട്. അത് വന്ന ഉടനെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ആൻഡ് എൻ്റെ ഒപ്പീനിയൻ, എൻ്റെ റിയാക്ഷനും. ഓക്കെ, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവർ. ദിസ് ഇസ് ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.